വെൽക്കം ടു മൾട്ടി ട്രേഡ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻറ്റിജേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ഇൻറ്റിജേഴ്സ്. കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷനെ പറ്റി പഠിച്ചു. എങ്ങനെ വേർഡഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാമെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ ബേസിക്കായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ്റെ റൂൾസ് നോക്കുക, കുറച്ച് ചോദ്യങ്ങളും ചെയ്യാം. So let's start. ഇവിടെ നമുക്ക് കാണാം, when you multiply or divide, 2 പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും. സോ 2 times 2 or 2 into 2, 2ൻ്റെ മുന്നിൽ ഒരു സൈനും ഇല്ല, ഈ 2ൻ്റെ മുന്നിൽ ഒരു സൈനും ഇല്ല. അതുകൊണ്ട് എന്താ, we know that it is a positive number. So 2 positives makes a positive number. എന്നാൽ 2 നെഗറ്റീവ്സ് ആണല്ലോ, അതൊരു പോസിറ്റീവ് നമ്പർ ആക്കും. ഒരു നെഗറ്റീവും പോസിറ്റീവ് ആണല്ലോ, അത് നെഗറ്റീവ് ആവും. അപ്പോൾ ലൈക്ക് സൈൻസ്, നെഗറ്റീവും നെഗറ്റീവും ഗീവ്സ് പോസിറ്റീവ്. സോ ലെറ്റ്സ് റൈറ്റ് ഇറ്റ് ഹിയർ. നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് ഗീവ്സ് പോസിറ്റീവ്. പോസിറ്റീവ് ആൻഡ് പോസിറ്റീവ് gives positive. When you have put that in a different color, when you have negative and a positive, it's always negative. So that's basically the rule. If you can remember that, this will be very very simple. നമുക്കെന്നാൽ ഇനി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. പേപ്പറും പേനയും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. Let's do -3 times +7. ഇവിടെ ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവുമാണ്. സോ ലെറ്റ്സ് ഫസ്റ്റ് ഡു ദ പ്രോബ്ലം. 3 times 7. 3 times 7 is 21. മൈനസും പ്ലസും വന്നാൽ എന്നാ പറ്റുന്നത്? ഇറ്റ് ബിക്കംസ് എ നെഗറ്റീവ് നമ്പർ. അടുത്ത ചോദ്യം, -8 again times -7. So let's do 8 times 7 is 56. Negative and negative എന്താ നമ്മൾ പഠിച്ചത്? നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് ഗീവ്സ് എ പോസിറ്റീവ് നമ്പർ. സോ ദാറ്റ്സ് എ പോസിറ്റീവ് നമ്പർ. എനിക്കിവിടെ പോസിറ്റീവ് ഇടേണ്ട ആവശ്യമില്ല, ബട്ട് ടു ജസ്റ്റ് മേക്ക് ഇറ്റ് വെരി ക്ലിയർ ടു യു, നിങ്ങൾക്ക് വേണ്ടി അത് ക്ലിയർ ആക്കുവാണ് ഞാൻ, അതൊരു പോസിറ്റീവാണ്. സോ ദീസ് ആർ ബേസിക്കലി the operations with multiplication. Now let's do a few questions on division. Division ആണെങ്കിലും division also it's the same rule. 2 നെഗറ്റീവ് പോസിറ്റീവ് ആക്കും, 2 പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആക്കും. ഒരു നെഗറ്റീവും പോസിറ്റീവ് വന്നാൽ അത് അതേ സെയിം റൂൾ അപ്ലൈസ് ചെയ്യും ഡിവിഷന്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് -36 divided by -9. സോ നമുക്കറിയാം 9 എത്ര വട്ടം 36 പോകുന്നത്? 9 times 4 gives you 36. നെഗറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് ദിസ് ഈസ് എ പോസിറ്റീവ് നമ്പർ. സോ ഐ എം നോട്ട് ഗോയിങ് ടു പുട്ട് പോസിറ്റീവ് ബിക്കോസ് വി ഓൾറെഡി നോ ദാറ്റ്. അടുത്തൊരു ചോദ്യം, -56 divided by 8. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇതിൻ്റെ അകത്ത് ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവാണ്. സോ നമ്മൾ എന്താ പഠിച്ചത്? ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി എ നെഗറ്റീവ് നമ്പർ. സോ ഹൗ മെനി ടൈംസ് 8 goes into 56? എത്ര പ്രാവശ്യം 8 56 പോവും? 7 times. Does that make sense to you? സോ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞിരിക്കുന്നത് വളരെ വളരെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് വേറൊരു ചോദ്യം ചെയ്യാം. -20 divided by -5. നിങ്ങൾ ആ ചോദ്യം ഒന്ന് പേപ്പറിൽ എഴുതി ഒന്ന് ചെയ്തേ. 5 എത്ര പ്രാവശ്യം പോകും? 4, 10, 20ൽ 4 times. നെഗറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ്സ് എ പോസിറ്റീവ് നമ്പർ. ലെറ്റ്സ് ഡു അനദർ വൺ. -5 times 4/20. അപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം വരുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? -5 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് -5/1 ടൈംസ്
4/20. ആ 1 നമ്മൾ സാറിന് കാണാറില്ല. പക്ഷേ -5 എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ബോട്ടത്തിൽ എപ്പോഴും ഡിനോമിനേറ്ററിൽ, അതായത് വരയുടെ അടിയിൽ ഡിനോമിനേറ്ററിൽ എപ്പോഴും ഒരു 1 ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ചോദ്യം ചെയ്യാം. 5 എത്ര പ്രാവശ്യം 20 പോവും, അല്ലെങ്കിൽ 4 എത്ര പ്രാവശ്യം 20 പോവും? സോ ലെറ്റ്സ് ഡു 5 ones are 5, 5 4s are 20. പിന്നെ 4 ones are 4. ഇതും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ വാട്ട്സ് ദ ആൻസർ? ഫൈനലി ഇറ്റ് ഈസ് -1. അത് മനസ്സിലായോ നിങ്ങൾക്ക്? അത് ഞാൻ ഒന്നുകൂടെ ചെയ്ത് തരട്ടെ. സോ നമുക്ക് ഇറേസ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെയ്യാം. ജസ്റ്റ് ഇറേസ് ഇറ്റ്. ഇച്ചിരി സ്പേസ് എടുത്തിട്ട് ചിലപ്പോൾ ഇറ്റ് വിൽ ബി ബിറ്റ് കൺഫ്യൂസിങ്. സോ ലെറ്റ്സ് ട്രൈ അഗെയിൻ. -5 times 4/20. -5ൻ്റെ അടിയിൽ ഇപ്പോൾ നമുക്കൊന്നും കാണത്തില്ല, പക്ഷേ ആക്ച്വലി ദർ ഇസ് എ 1 there. സോ ലെറ്റ്സ് പുട്ട് ദാറ്റ് 1. ഇനി 4 times 1, 4 5s are 20. Can you simplify that? Yes. Then 5 times 1, 5 ones are 20. Can you see that? So -1. So you can see there's -1 times. So -1 times 1 times 1 times 1. So what is that altogether? It is -1. -1 into 1, -1. -1 divided, so 1, it's -1. So answer is the same. Let's do another one. 21 divided by dash gives you -7. So missing number കണ്ടുപിടിക്കുക. അപ്പോൾ ആൻസർ ഈസ് നെഗറ്റീവ്. ആൻഡ് വി നോ ദാറ്റ്സ് എ പോസിറ്റീവ് നമ്പർ. അതിൻ്റെ അർത്ഥമാണ് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വന്നാൽ മാത്രമേ നമുക്ക് നെഗറ്റീവ് കിട്ടത്തുള്ളൂ. സോ വി നോ ദാറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ. 21നെ എന്തുകൊണ്ട് ചെയ്താലാണ് നമുക്ക് 17 കിട്ടുന്നത്? ഏത് നമ്പർ അപ്പോൾ അവിടെ താഴെ പോകേണ്ടത്? ലെറ്റ്സ് പുട്ട് 3 and see. 3 ones are 3, 3 7s are 21. So that's your answer. So it should be -3. അടുത്തൊരു ചോദ്യം ചെയ്യാം. ഡാഷ് ഡിവൈഡഡ് ബൈ -8 ഗീവ്സ് യു -4. എഗെയിൻ ഇതൊരു നെഗറ്റീവ് നമ്പറാണ്, ആൻസർ നെഗറ്റീവുമാണ്. അതിൻ്റെ അർത്ഥം ഇത് ഒരു പോസിറ്റീവ് നമ്പറാണ്. അതേത് നമ്പറായിരിക്കും? ഏത് നമ്പർ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടുമെന്ന് ഓർക്കണം. സോ ലെറ്റ്സ് തിങ്ക്. put that as 32. So 32 by 8. 8 ones are 8, 8 4s are 32. Because it's a negative number, that's negative. So ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓപ്പറേഷൻസ് പഠിക്കാം. ബോഡ് മാസ്, അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. ബോഡ് മാസ്, ബ്രാക്കറ്റ്, ഓർഡർ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇനി ഞാൻ അടുത്ത ക്ലാസ്സിൽ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനെ പറ്റി ഒരു ചെറിയ ടെസ്റ്റും തരും. So be ready to do the test. Make sure you revise. Please comment below. Please subscribe. Thank you for watching. See you next time. Bye.